ഹായ് ഹലോ. ഈ മാമ്പഴ സീസണിൽ മാമ്പഴം വെച്ചിട്ട് അടിപൊളി ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കിയാലോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 4 മണിക്കൂർ കുതിർത്ത് വെച്ച 2 ഗ്ലാസ് പച്ചരിയാണ്. അത് കഴുകി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മാങ്ങ തൊലി കളഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 3-4 ഏലക്ക അരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ശർക്കര പാനി കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഈ ഒരു ഇതിലാണ് മാവ് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം തേങ്ങാക്കൊത്തും എള്ളും കൂടെ നെയ്ക്കകത്തിട്ട് വറുത്തത് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഓയിൽ ആണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലാണ് അടിപൊളിയാണ്. ഇതിപ്പോൾ ഞാൻ ഓയിലാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഓരോ കുഴികളിലായിട്ട്. ഞാനിത് ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം വെന്ത് വന്നാൽ തിരിച്ച് മറിച്ച് വിട്ടെടുത്ത് ഇതായിപ്പം ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അത് കോരി മാറ്റുവാണ്. മാമ്പഴം വെച്ച് തയ്യാറാക്കിയത് നല്ല മഞ്ഞ കളറുണ്ട്. മാവിന് നല്ല മഞ്ഞ കളറായിരുന്നു. ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. മാമ്പഴമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഈ വിഷു സീസണിൽ തയ്യാറാക്കാൻ പറ്റിയ മാമ്പഴമൊക്കെ ഉള്ള സമയമല്ലേ, അപ്പം തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഉണ്ണിയപ്പം റെസിപ്പിയാണ്. അപ്പം തയ്യാറാക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ. ഇതങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുവാണ്. ഇനി അങ്ങനെ അത് കോരി മാറ്റിയതിന് ശേഷം അടുത്ത സെറ്റ് ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ ഉണ്ണിയപ്പം ഫുള്ളായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ടുണ്ട്. അകം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.